ബോക്സറായിട്ട് ജീവിച്ചു എന്നാണ് വിചാരിക്കുന്നത്. എന്താ പറയണേ, നിങ്ങൾ പടം കണ്ടിട്ട് ഇഷ്ടായോ? അതാണ് കേൾക്കാറുണ്ട്. ഞങ്ങളിപ്പോ ആ റിയാക്ഷൻ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വെയിറ്റ് ചെയ്യുന്നത്. ബാക്കി കണ്ടറിയാം, എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം എന്തായാലും പതിയെ പതിയെ. എനിക്ക് തോന്നുന്നു ഇതില് മൂന്ന് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതില് ഏതെങ്കിലും എന്നുള്ള രീതിയിലാണ് ആദ്യം വിളിച്ചിരുന്നത് ഇതിന്റെ അസോസിയേറ്റ് ആയിട്ട്. പിന്നെ എനിക്ക് ഇവിടെ കാതിൽ കണ്ടിട്ട് ഇപ്പോഴും അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടക്കാണ്, ആരാ എന്നെ സജസ്റ്റ് ചെയ്തെന്നുള്ളത്. ഓഡീഷൻ ആയിട്ടല്ല, മീറ്റ് ചെയ്തിരുന്നു. ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ നമ്മളൊന്ന് കണ്ട്. ഇല്ല, പഠിച്ചിട്ടില്ല. ഇതിന് വേണ്ടി അതങ്ങനെ ഞങ്ങളെ തല്ലിപ്പഠിപ്പിച്ചോണ്ട് കിട്ടി. അത്യാവശ്യം പറയാം. ഒരു 5 മാസം ജോഫിൽ എന്ന് പറഞ്ഞൊരു കോച്ചാ. ഇടിയോ? എനിക്കോ? ഇടി കിട്ടാണ്ട് പഠിക്കൂലല്ലോ, നല്ല ഇടി കൊടുക്കാൻ പറ്റുള്ളൂ. ട്രെയിനർ ഉണ്ടായിരുന്നു നമുക്ക്, ജോഫിൽ എന്ന് പറഞ്ഞൊരു കോച്ചായിരുന്നു. അപ്പൊ ആള് റമാനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു ബോക്സിംഗ് അറിഞ്ഞിട്ട് വേണം പിന്നെ അതില് നമുക്ക് എങ്ങനെയാണോ ആ ക്യാരക്ടറിന്റെ കൊറിയോഗ്രാഫി വേണ്ടേ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളായിരുന്നു. അപ്പൊ ആദ്യമേ ഞങ്ങള് ബോക്സിംഗ് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേപോലെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിത്തിൻ 5 months ഒരു മൊത്തമൊന്നും പഠിക്കാൻ ഇനിയും കിടക്കുകയാണ് ബോക്സിംഗ്. പക്ഷെ നമ്മൾ പരമാവധി did that in 5 months. പൊളിയല്ലേ? നമുക്ക് ഭയങ്കര, ഞാൻ പറയും മൈന്യൂട്ട് റിയാക്ഷൻസും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. നമ്മള് 5 മാസം ട്രെയിൻ ചെയ്ത കാരണം പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ആയി, സുഹൃത്തുക്കൾ തന്നെയായി. അപ്പൊ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. നമ്മളൊരു ആക്ടർ എല്ലാരും ടീം എല്ലാരും ഒരുമിച്ച് തന്നെ അങ്ങ് പോവാ, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തു. കാണുന്നത് പടത്തിൽ നല്ലപോലെ കോമഡി ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്, അടിപൊളിയാന്ന് വിചാരിക്കുന്നു. എല്ലാരും കാണുക, അതെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അതെ ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാരും കാണാം. ഹസ്ബൻഡ് കൂടെ ഭയങ്കര കുറെ കാലം പഠിക്കാൻ പറ്റി, ഇനിയും കുറെ പഠിക്കാനുണ്ട്. അപ്പോ നല്ലതായിട്ട് പോകുന്നു വിചാരിക്കുന്നു. എല്ലാരും കാണുക, നമ്മുടെ കുറച്ച് പിള്ളേരുടെ പടമാണ്, കോമഡിയാണ്, സപ്പോർട്ട് ചെയ്യുക. മൂവി അടിപൊളിയാണ്. നമുക്ക് ഓരോ സീനും ഓരോ ഷോട്ടും എല്ലാം കാണുമ്പോൾ നമുക്കിങ്ങനെ വാവ് അടിപൊളി എന്നൊക്കെ തോന്നും. അപ്പൊ എന്താ എന്റെ അടുത്ത് കാണണം, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും അച്ഛനെ ഇഷ്ടമായി. അതെ, അച്ഛൻ ഹാപ്പിയാണ്, നല്ല സന്തോഷത്തിലാണ്. അച്ഛന് സിനിമയിലേക്ക് വന്നത് ഏതോ ലൊക്കേഷനിൽ പോയപ്പോ ആളെ കണ്ടിട്ട് ഇഷ്ടമായിട്ടാണ് ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ക്യാസ്റ്റ് ചെയ്തത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ലൈഫില്? ഒന്നുമില്ല, ഓഡീഷന് പോയി 2 ഓഡീഷന് പോയിട്ടാണ് ഞാൻ ഇതില് എത്തിയത്. ഓഡീഷന് പോയത്. അച്ഛൻ എന്താ പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ? അച്ഛൻ എന്താ പറയാ, സന്തോഷം, നന്നായിട്ടുണ്ട്, ആൾക്ക് ഇഷ്ടമായി. പുതിയ സിനിമകളൊക്കെ ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് അച്ഛന്റെ അടുത്തിരുന്നല്ലോ സിനിമ കണ്ടത്? അല്ല, സീറ്റ് അച്ഛൻ്റെ അടുത്ത് കിട്ടിയില്ല. ഞാൻ പറയില്ലായിരുന്നു. ചമ്മലൊന്നുമില്ല. പടത്തെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പടം കണ്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്, നല്ല പടം, സൂപ്പർ. നമ്മുടെ പ്രൊഫഷനായിട്ട് അതെ, അതിനകത്ത് എനിക്കൊരു റോളുണ്ടായിരുന്നു. അത് ഞാൻ എന്താണോ അത് അതേ കണക്ക് തന്നെ ഇടുന്നുണ്ട്. സനു നാഷണൽ പ്ലെയർ എന്ന ടീമിൽ അടിപൊളി. അത് നസ്ലിൻ ബ്രോ ഇടി മേടിക്കുന്ന സീനുണ്ട്, പ്രൊഫഷൻ കറക്റ്റായിട്ട് പക്കയായിട്ട്, കാരണം അത് ഇടി ലാൻഡ് ആവുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. അതെ, ഞാൻ 10 years ആയിട്ട് ബോക്സിങ് ചെയ്യുന്നതാണ്. അപ്പം നസ്ലിനൊക്കെ നമ്മുടെ കൂടെ ചെയ്യാന്ന് വെച്ചാൽ അത് അവര് പാഷനാണത്. ഭയങ്കര സംഭവം. അത് എനിക്ക് അടിപൊളി. അത് അത്രയും അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. പിന്നെ അവർ 7 months ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം കണ്ടിട്ട്. ഭയങ്കര സന്തോഷം അവരായിട്ട് അവരുടെ കൂടെ ചെയ്യാൻ പറ്റിയതൊക്കെ വളരെ സന്തോഷം. അവരുമായിട്ട് എൻ്റെ ഒരു സനു
എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ഞാൻ വർക്ക് ചെയ്തായിരുന്നാ അവരൊക്കെ ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഇടലം പടം, നല്ല പടം. അടിയൊക്കെ നല്ല കിൻഡൽ ഇടിയായിരുന്നു. ഓ കൊള്ളാം, അടിപൊളിയാണ്. കുറെ പരിപാടി എല്ലാം ഭയങ്കര വർക്കാണ്. ഫസ്റ്റ് വാച്ച് പിന്നെ ഫസ്റ്റ് തിയേറ്റർ വാച്ചാണ് പടം. എന്തായാലും തിയേറ്ററിൽ എല്ലാവരും കാണും. കൊള്ളാം, ഗംഭീര പരിപാടിയാണ്.